ഏതാനും നിമിഷങ്ങൾ മണ്ണിനടിയിൽ കണ്ണിലിരുട്ട് 13കാരൻ നവനീത് ഇത് പറയുമ്പോൾ തനിക്ക് കിട്ടിയത് രണ്ടാം ജന്മമെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. അപകടം നേരിൽ കണ്ട പിതാവ് സനിൽ മണ്ണ് മാന്തി മാറ്റിയാണ് നവനീതിനെ രക്ഷപ്പെടുത്തിയത്. നീലേശ്വരത്ത് മുക്കോളിമുക്കിലുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് ഒരു വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോയ നവനീത്, 13 വയസ്സുള്ള നവനീത് സെൻറ്റ് മേരീസ് സ്കൂളിൽ മോനെ 9ാം ക്ലാസ് അല്ലേ, 9H വിദ്യാർത്ഥിയാണ്. മോനെ, അവിടെ എന്തായിരുന്നു രാവിലെ സംഭവിച്ചത്? മോൻ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോൻ്റെ അനുഭവം പറയുമോ? ഞാൻ 7:10 ശ്രീവത്സത്തിൽ ട്യൂഷൻ സ്പെൻസറിൽ പോകാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേര് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു പറഞ്ഞ്, നീ പുറകിലൂടെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ലോറി വളഞ്ഞ് ഒരു കൺട്രോൾ ഇല്ലാതെ വന്നു. ഞാൻ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ആ വണ്ടി മറിഞ്ഞ് മണ്ണ് മൊത്തം എൻ്റെ ദേഹത്തോട്, ഞാൻ മണ്ണിൻ്റെ അകത്തായിപ്പോയി. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ ആ മണ്ണ് മാന്തി എന്നെ പുറത്തെടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാക്കി. പിന്നെ മരുന്നൊക്കെ വെച്ചു. ആ സമയത്ത് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായോ? ആ മണ്ണിൻ്റെ അകത്തായിട്ട് ശ്വാസം മുട്ടിയായിരുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഈ നവനീതിനെ സംബന്ധിച്ച് ഇത് രണ്ടാം ജന്മം തന്നെയാണ്. ഒരുപക്ഷെ ആ അച്ഛൻ ആ സമയത്ത് അവിടെ ഈ നവനീതിനെ അവിടെ ആക്കിയിട്ട് മടങ്ങിപ്പോയിരുന്നുവെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. ആ രക്ഷാപ്രവർത്തനം നവനീതിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.